ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മനസ്സേന്ദ്രിയങ്ങളിൽ കൂടി ഈ ലോകം മുഴുവൻ ചുറ്റിത്തിരിയാൻ വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനസ്സ് ഓടുമ്പോൾ അതിൻ്റെ കൂടെ ഓടുന്ന ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും ക്ലേശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിഷയങ്ങൾ ആദ്യം അവസാനവുമുള്ളവയാണ്. ആദ്യം സുഖമായി തോന്നും, പിന്നീടത് ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ നമ്മെ വീഴ്ത്തും. അതിനാൽ മനസ്സല്ല നമ്മെ നയിക്കേണ്ടതും ഭരിക്കേണ്ടതും. മനസ്സ് നല്ല ഒരു ഭൃത്യനാണ്, എന്നാൽ നല്ല ഒരു യജമാനൻ അല്ല. മനസ്സിനെ ഒരിക്കലും യജമാനൻ ആക്കരുത്. ഒരു ജീവൻ്റെ യജമാനൻ മനസ്സായ ആ മനസ്സ് ആ യജമാനനെ ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ വീഴ്ത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനാൽ നാം മനസ്സല്ല നമ്മെ നയിക്കേണ്ടതോർത്താൽ മനസ്സുള്ള കാലം ജ്വലിക്കില്ല സത്യം. ചലിക്കാതിരുത്തി തപസ്സാചരിച്ചാൽ മനസ്സാവിയായി ദഹിക്കുന്നു താനേ. ആ മനസ്സിനെ നേർവഴിക്ക് തിരിച്ചുവിടണം. ആ മനസ്സിൻ്റെ സ്വഭാവത്തെ ഇല്ലാതെയാക്കണം, അതിനെ ദഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. മനസ്സല്ല നമ്മെ നയിക്കേണ്ടതോർത്താൽ മനസ്സൊരിക്കലും നമ്മെ നയിക്കാൻ അനുവദിക്കരുത്. മനസ്സുള്ള കാലം ജ്വലിക്കില്ല സത്യം. മനസ്സുള്ള കാലം വരെ നമുക്ക് സത്യം ബോധ്യം ആവുകയില്ല. അതിനാൽ ആ മനസ്സിനെ ചലിക്കാതിരുത്തി തപസ്സാചരിച്ചാൽ, ആ മനസ്സിനെ തോന്നിയ വഴിക്ക് വിടാതെ അതിന് വേണ്ട വഴിയിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ മനസ്സ് തനിയെ നിർവീര്യമായി അത് പരമ സത്യത്തിലേക്ക് നമ്മെ നയിക്കും. അതാണ് മനസ്സാവിയായി ദഹിക്കുന്നു താനേ. മനസ്സവിടെ ദഹിക്കുന്നു എന്നൊക്കെ ഭാഷയിൽ പറയുന്നുവെങ്കിലും മനസ്സ് അവിടെ ദഹിക്കുകയല്ല ചെയ്യുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് നിശ്ചലാവസ്ഥയെ പ്രാപിക്കുന്നു. ഒരു പന്തം നമ്മൾ ചലിപ്പിക്കുമ്പോൾ ഒരു വൃത്തത്തിലുള്ള ഒരു പന്തത്തെ കാണാം. എന്നാൽ അത് ചലിക്കാതിരുന്നാൽ ഒരു ബിന്ദു മാത്രമാണ്. ചലിക്കാതിരുന്നപ്പോഴുള്ള പന്തം തന്നെയാണ് ചലിച്ചപ്പോൾ വൃത്തമായി രൂപാന്തരപ്പെട്ടത്. നിശ്ചലമായി നിൽക്കുന്ന മനസ്സ് പരമമായ ശ്രേയസ്സിനെ തരും. ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഏതുപോലെ ആ പന്തം കൊണ്ട് വൃത്തമുണ്ടാക്കുന്നത് പോലെയാണ്. ആ ചലിക്കുന്നത് തന്നെ ചലിക്കാതിരുന്നാൽ അത് ഏകമായി, ചലിക്കുമ്പോൾ അത് മറ്റ് നാമരൂപങ്ങളും ആകൃതികളും എല്ലാം ഉണ്ടാകുന്നു. ഇതാണ് മനസ്സിൻ്റെയും സ്വഭാവം. അതിനാൽ ആ മനസ്സ് നമ്മുടെ യജമാനനോ നമ്മെ നയിക്കാനോ നാം അനുവദിക്കരുത്. മനസ്സല്ല നമ്മെ നയിക്കേണ്ടതോർത്താൽ മനസ്സുള്ള കാലം ജ്വലിക്കില്ല സത്യം. ചലിക്കാതിരുത്തി തപസ്സാചരിച്ചാൽ മനസ്സാവിയായി ദഹിക്കുന്നു താനേ.